സ്നേഹമുള്ളത്. സാഹിതി ഇങ്ങനെ ഒരു ഉച്ചകഴിഞ്ഞ നേരം നിങ്ങളോടൊക്കെ സമ്മതിക്കാൻ അവസരം നൽകിയത് ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള ഉണ്ണികൃഷ്ണനോട് അങ്ങനെയോട് ആദ്യമേ തന്നെ നന്ദി പറയട്ടെ. ഇത്ര അടുത്താണെങ്കിലും ഏകദേശം ഒരു 3 കിലോമീറ്റർ അപ്പുറത്താണ് ഞാൻ താമസിക്കുന്നെങ്കിലും ഒരുപാട് കാലമായി സാഹിതിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഇന്നാണ് ഇവിടെ വരാൻ കഴിഞ്ഞത്. അത് വേറെ ആരുടെയും ക്രമമല്ല, എൻ്റെ ഒരു മടി എന്നുള്ളതാണ്. സ്വസ്ഥമായി എല്ലത്തിരിക്കാൻ കിട്ടുന്ന പറ്റാതെ ആകുമ്പോഴാണല്ലോ നമ്മൾ സാഹിത്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തിനെ കുറിച്ചൊക്കെ ആഗ്രഹപ്പെടുന്നത്. എഴുത്ത് ഒരിക്കലും ഒരു സുഖമുള്ള പ്രവൃത്തിയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നിവൃത്തിയിലേക്ക് മാത്രം എഴുതുക എന്നുള്ളതാണ്. എന്തെങ്കിലും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്ന ഒരു സമയത്തും ഞാൻ എഴുത്തിനെക്കുറിച്ചും വായനയെക്കുറിച്ച് പോലും ചിന്തിക്കാറില്ല. അത് കഴിയാതിരിക്കുമ്പോഴാണ് എഴുത്തും വായനയൊക്കെ എനിക്ക് ഊർജ്ജമായിട്ടുള്ളത്. ആ സമയങ്ങളിൽ ജീവിച്ചിരിക്കാൻ പ്രേരിപ്പിച്ചിരുന്നതും വായനയും എഴുത്തും തന്നെയാണ്. അപ്പം എന്താണ് എഴുത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഒരാൾ ആത്മഹത്യ ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണം ഈ വായനയും എഴുത്തും തന്നെയാണ്. സംഗീതവും ഒക്കെ അതിൻ്റെ കൂടെ വരും. പിന്നെ പ്രഭാഷണം എന്നൊന്നും പറയാനില്ല. എനിക്ക് കുറേ കാലം കാണാത്ത കുറച്ച് പേരെ കണ്ടതിൽ വലിയ സന്തോഷമുണ്ട്. സദാസിനെയൊക്കെ കണ്ടിട്ട് കാര്യങ്ങളായി കോളേജ് കഴിഞ്ഞതിനെ കണ്ടിട്ടില്ല. മലയക്കുട്ടി ചേച്ചി അതിനേക്കാൾ കൂടുതലാണ് ചേച്ചിയെ കണ്ടത്. അപ്പം അങ്ങനെ കുറച്ച് പേരെ കണ്ടതിൻ്റെ സന്തോഷമാണ്. പിന്നെ എല്ലാവരും എഴുത്തുകാരാണ് അവിടെയുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ എഴുത്ത് എന്താണെന്നും എന്തിനാണെന്നും ഓരോരുത്തർക്കും കൃത്യമായിട്ട് ധാരണയുണ്ട്. സമകാലിക എഴുത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മളെന്താ പറയുക, എല്ലാ കാലത്തും നമ്മൾ പറയും ഇതിനു മുൻപ് നല്ലതായിരുന്നു. കുറച്ച് പ്രായമാകുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ പറയും ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ എന്ന്. അത് നമ്മുടെ അമ്മമാർ പറഞ്ഞു കേട്ടു, അമ്മമാർ പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾക്കും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും എൻ്റെ അമ്മ പറഞ്ഞത് അല്ലെങ്കിൽ അമ്മായി പറഞ്ഞത് അതൊക്കെയാണ് പ്രായമാവുന്നതിൻ്റെ ഒരു ലക്ഷണം കൂടിയായിരിക്കാം. എന്നാലും ചിലപ്പോൾ നമുക്ക് തോന്നും എല്ലാ കാലങ്ങളും അങ്ങനെ ആയിരിക്കാം. അതായത് കാലത്ത് വിലയിരുത്തിയിരിക്കുന്നത് സാഹിത്യം എന്ന് മാത്രമല്ല, പൊതുവെ നമ്മളുടെ ഒരു ഞാൻ സദസ്സിനെ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങിയായിരുന്നു, ഒരു എന്തിനെ നമുക്കൊന്ന് നെഗറ്റീവായിട്ട് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞാലാണ് ആളുകൾക്കൊരു ആകാംക്ഷ ഉണ്ടാകുന്നത്. നല്ലത് പറയണം, നല്ലത് കാണണം, നല്ലത് കേൾക്കണം എന്നൊക്കെയാണ് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിച്ചെങ്കിലും ഇപ്പം ഞാൻ പ്രത്യേകിച്ച് ഒരു ഓർഗാനിക് ഷോപ്പ് നടത്തുന്നുണ്ട് ഒരു 4 വർഷമായി. അപ്പോൾ അതിൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് എന്താണ് പുതിയ കാലത്ത് എങ്ങനെയാണ് മാർക്കറ്റിംഗ് എന്നൊക്കെയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ പ്രധാനമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് എങ്ങനെ നെഗറ്റീവായിട്ടൊരു ഹുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നെഗറ്റീവായിട്ട് ഹുക്ക് അപ്പോൾ നമ്മളാദ്യം ചോദിക്കും നല്ലത് കണ്ട ആളുകൾ വരില്ല. അല്ല, ആളുകൾ ശ്രദ്ധിക്കണമെങ്കിൽ അങ്ങനെയാണ്. ഇപ്പോൾ പരസ്യത്തിൻ്റെ ഒരു കാര്യം കൂടിയാണ് അത് പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റണം, എങ്കിലേ മറ്റുള്ളവരുടെ മനസ്സിൽ അത് തറയ്ക്കും. ഒരു പക്ഷേ സാഹിത്യത്തിലും നമ്മൾ ചുറ്റും കാണുന്ന പരസ്യങ്ങളൊക്കെ കാണാം. ആദ്യം ഒരു ഒലിവയുടെ പരസ്യം മാത്രം കണ്ടപ്പോഴാണ് നമ്മൾ ഞെട്ടിയത്. അസൂയ എന്ന വാക്ക് ഒരു പരസ്യത്തിൽ ആദ്യമായിട്ട് വരികയാണ്. അസൂയ മോശം വികാരമാണെന്ന് വിശ്വസിച്ചിട്ട് നമ്മളോട് പറയുകയാണ് അയൽക്കാരന് അസൂയ ഉണ്ടാക്കണം, അതാണ് എൻ്റെ വിജയം. പിന്നീട് അങ്ങനത്തെ നമ്മൾ ആദ്യം കണ്ടത് ഒരു സുന്ദരനായൊരു സാത്താൻ. അതായത് സാത്താൻ എന്ന് പറയുന്നത് തിന്മയുടെ രൂപമായിട്ടൊക്കെ നിർത്തിയിരുന്നത് വളരെ സുന്ദരനായൊരു സാത്താനെ ആദ്യമായിട്ട് ഒന്നിനെ ടിവിക്കാണ് അവതരിപ്പിച്ചത്. ഇപ്പോൾ 100% അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും മീഡിയ നിൽക്കുന്നത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യം ആദ്യം പറഞ്ഞിട്ടാണ് പിന്നെ കാര്യത്തിലേക്ക് കിടക്കുന്നത്.
സാഹിത്യത്തിലും അത് ധാരാളമുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാലത്ത് നമുക്ക് എല്ലാറ്റിനും അതേ ഉള്ളൂ. നമുക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മീഡിയം അതാണ്. നമ്മൾ സാധാരണ വരുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ നോക്കിയാൽ നമുക്ക് അറിയുന്നത് എങ്ങനെയുള്ള പോസ്റ്റിനാണ് ഏറ്റവും കൂടുതൽ ലൈക്കും കമൻറ്റും ഷെയറും കിട്ടുന്നതാണ്. നല്ല കാര്യം എന്തെങ്കിലും ഒരാൾ എഴുതിയിട്ടാൽ എല്ലാവരും അത് കാണുന്നുണ്ടാവും, പക്ഷെ നമ്മളതിനോടൊന്നും ചെയ്യാറില്ല. ചെറുതായിട്ട് എന്തെങ്കിലും ഒരു പൊളിച്ചം ഉണ്ടെങ്കിൽ, കൃഷിക്കാരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളിച്ചം ഉണ്ടെങ്കിലാണ് നമുക്കതിനോട് പ്രതികരിക്കാൻ പറ്റുന്നത്. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പ്രതികരിക്കാൻ ആളുകളുടെ കെട്ടിട്ട് പണ്ട് നമ്മൾ പെണ്ണുങ്ങൾ കുശുമ്പ് പറയും അല്ലെങ്കിൽ ഗോസിപ്പ് പറയും എന്നൊക്കെ പറയുന്നതിന് പകരം അത്തരം ഗോസിപ്പുകളെല്ലാം ഇപ്പോൾ മെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. അതിൽ രഹസ്യമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ, സ്വകാര്യമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ അത് പരസ്യമായിട്ട് പറയുന്ന അതിൻ്റെ ആകാംക്ഷ നിലനിർത്തുകയാണ്. സാഹിത്യത്തിലും എനിക്ക് തോന്നുന്നു സമകാലിക സാഹിത്യത്തിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് അത്തരത്തിലുള്ള എഴുത്താണ്. എവിടെയെങ്കിലും അതിൻ്റെ ഒന്നുകിൽ നമ്മൾ മറ്റു ദേശത്തുള്ള ആളുകളുടെ സങ്കടങ്ങളും ദുരന്തങ്ങളും പറയണം. അതൊരു വലിയ മാർക്കറ്റാണ്. നമുക്ക് മലയാളിയുടെ ഒരു മാനസിക പ്രശ്നം വൈകല്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കാണുമ്പോൾ അതിനോട് വല്ലാത്ത രീതിയിലാണ് അവർ റിയാക്ട് ചെയ്യും. അതിലൊന്നും ചെയ്തിട്ടല്ല, അത് കേൾക്കാനുള്ളൊരു സുഖം. അത് പരിഹരിക്കണമെന്നോ അല്ലെങ്കിൽ അവർക്കങ്ങനെ ഉണ്ടായതിൻ്റെ കാരണം മാറ്റിക്കളയണമെന്നൊന്നുമല്ല. അത് കേൾക്കുമ്പോൾ അയ്യോ ഒരാൾക്കൊരു വലിയ അസുഖമൊന്നും കേട്ടാൽ ആണോ അയ്യോ എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സുഖം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെയുള്ള ഒരു തരം അഹന്ത എന്ന് പറയുന്ന സാധനം അത് ഞാനെന്തോ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നത് എഴുത്തിലേക്ക് വരുമ്പോഴും നമ്മൾ കാണുന്നതാണ്. അത്തരം കൃതികൾ വായിക്കാൻ നമുക്ക് സന്തോഷമാണ്. അതിനെ വല്ലാണ്ട് പ്രൊമോട്ട് ചെയ്യാൻ, അത് നമുക്ക് സംസാരിക്കാൻ, നമ്മുടെ തൊട്ടടുത്ത വീട്ടിലുള്ള ദുരന്തങ്ങളോ ദുഃഖങ്ങളോ പറയുന്നത് നമുക്കെന്താ, അതൊക്കെ അടുത്തുള്ള കാര്യങ്ങളല്ലേ, അതൊക്കെ മോശം കാര്യങ്ങളല്ലേ. നമ്മുടെ ലോകത്ത് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചല്ലേ പറയേണ്ടത്, ശരിയാണ്. പക്ഷേ ലോകത്ത് ചുറ്റും നടക്കുന്ന ഒരു പത്രവാർത്ത പോലെയുള്ള വാർത്തകളായിട്ട് വരുന്ന അതിനെ നമ്മൾ പുസ്തകങ്ങളെന്ന് വിളിക്കുകയും ആഘോഷിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. അതേസമയം നമ്മുടെ ഹൃദയത്തെ മാറ്റാവുന്ന നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡിനെങ്കിലും നമ്മളുടെ ഒരു പ്രവൃത്തിയെങ്കിലും മാറ്റിയെടുക്കാവുന്ന, ഭാഷയിൽ പറഞ്ഞ ഒരു കമിഴ്ന്ന് കിടക്കുന്ന പ്ലാവിലൊന്നും മലർത്തിയില്ല, അല്ലെങ്കിൽ വഴിയിൽ കിടക്കുന്ന ഒരു മുള്ളോ കുപ്പിച്ചതോ കണ്ടാൽ, ഇപ്പോൾ നമുക്ക് ചെരുപ്പുള്ള കാലത്ത് വലിയ കാര്യമല്ല, ചെരുപ്പിടാൻ നടക്കുന്ന കാലത്ത് വലിയ കാര്യമായിരുന്നു, ഒന്ന് മാറ്റിയിടാനുള്ള ഒരു തോന്നൽ ഈ പുസ്തകങ്ങളുടെ വായന നമുക്ക് തരുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു കൃതി നല്ലതാണ് ചീത്തയാണെന്ന് ഞാൻ തീരുമാനിക്കുന്നത്. അത് പലപ്പോഴും കിട്ടുന്നില്ല. നമ്മളൊരു കാലത്ത് സീരിയലുകളെ കുറ്റം പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ പ്രസിദ്ധീകരണങ്ങൾ എന്ന് പറയുന്ന പൈങ്കിളി എന്ന് പറഞ്ഞിരുന്നു. എനിക്കൊന്നും അതിനൊക്കെ കുറച്ചും കൂടി എന്തെങ്കിലും ഉണ്ടായിരുന്നതല്ലേ, എവിടെയെങ്കിലും. ഇപ്പം നമുക്ക് അതുപോലും കിട്ടാതെ, നമ്മളുമായിട്ട് തൊടാത്ത എന്തോ കാര്യം ആരോ എവിടെയെങ്കിലും പറയുന്നു, അവർ സങ്കടപ്പെടുന്നു, അല്ലെങ്കിൽ അവർ വിഷമിച്ചു എന്ന് പറയുന്നു. വളരെ എളുപ്പത്തിൽ നമ്മളുടെ ഒരു കഥാർസിസ് സംഭവിക്കുന്നു. ഇതാണ് ഞാൻ ഒരു പ്രത്യേകിച്ച് ഒരു എഴുത്തിനെ മുൻനിർത്തിയല്ല, പൊതുവിൽ നമ്മൾ കാണുന്ന ഒരു പ്രവണതയെക്കുറിച്ച് പറഞ്ഞതാണ്. എങ്ങനെയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇത് പണ്ടും ഉണ്ടായിരുന്നു, പണ്ട് പക്ഷേ ഇത്ര എളുപ്പമായിരുന്നില്ല. എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളൊരു കാര്യം, ഞാൻ എൻ്റെ ആദ്യത്തെ പുസ്തകം ഞാൻ എഴുതിയിട്ടുള്ള കാര്യമാണ്. അത് പുസ്തകം വരുമ്പോൾ എനിക്ക് 24-25 വയസ്സുള്ള പ്രായത്തിലാണ് ബൈബിളും മലയാളവും എന്ന് പറഞ്ഞാൽ എൻ്റെ ഗവേഷണ പ്രബന്ധം. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PhD സമർപ്പിച്ച അന്ന് കൈകൊണ്ട് എഴുതിയിട്ടാണ് മലയാളം തീസിസ് ചെയ്യുന്നത്. മലയാളം ലിഖിതമായിട്ടില്ല. അപ്പോൾ അങ്ങനെ എഴുതി സമർപ്പിച്ച ഏകദേശം ഒരു വലിയ നല്ല തടിയൊരു പുസ്തകമാണ്, ഒരു പുറം മാത്രം വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് റിസൾട്ട് വന്ന സമയത്ത് PhD അവാർഡ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഒരു 10 ആഴ്ച ഉണ്ട്. ഇത് പ്രസിദ്ധീകരണ യോഗ്യമാണ്, ഈ പുസ്തകം പ്രസിദ്ധീകരിക്കേണ്ടതാണ് എന്നൊക്കെ വാല്യൂ ചെയ്ത അധ്യാപകരുടെ കുറിപ്പോടുകൂടി. അപ്പോൾ അങ്ങനെ ഒരു കുറിപ്പ് കിട്ടിയ പരിപൂർണ്ണ ഭാഷയായിരുന്നു എൻ്റെ കയ്യിൽ. ഈ കുറിപ്പ് വന്ന സമയത്ത് മാഷോട് പറഞ്ഞ മാഷ ഇങ്ങനെ അദ്ദേഹം പബ്ലിഷ് ചെയ്യണം എന്ന്.
അപ്പം അന്ന് ഇത്രയധികം പബ്ലിഷേഴ്സ് ഇല്ല. ഇന്നിപ്പോൾ സാഹിത്യക്ക് സ്വന്തം പബ്ലിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇഷ്ടംപോലെ നമുക്ക് ആരെങ്കിലുമൊക്കെ സമീപിക്കാം. അത് DC ബുക്സിന് ആണ് ഒരു പ്രധാന പബ്ലിഷറുള്ളത്, MBS എന്താണ്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ആളിങ്ങനെ പുസ്തകം കൊടുത്തു. പക്ഷെ നോക്കിയാൽ DC കാറ്റഗറിയുള്ള കാലത്താണ് ഞാനത് പബ്ലിഷ് ചെയ്യാം, മറ്റു അക്ഷരം മാറ്റാതെ തന്നെ പബ്ലിഷ് ചെയ്യാമെന്നുള്ള അങ്ങനെ തന്നെ ചെയ്തു. പക്ഷെ അതിൻ്റെ കൂടെ കാര്യങ്ങൾ പുസ്തകം ഞാൻ പബ്ലിഷ് ചെയ്യാം, പുസ്തകം വിൽക്കണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അപ്പം അന്ന് നമുക്കിതൊന്നും മനസ്സിലാവാത്തൊരു കാലമാണ്, ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്നിട്ട് അവര് കഥ പറഞ്ഞതെന്ന് അന്നത്തെ പ്രധാന എഴുത്തുകാരായിട്ടുള്ള MT പത്മനാഭനും തമ്മിലൊരു കഥ, ഒരു സംഭവം പറയുകയാണ്. എങ്ങനെയാണ് T പത്മനാഭനെ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്? ഇപ്പോൾ DC-യിലേക്ക് നമുക്ക് പോയി ചോദിക്കാനൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് പത്മനാഭൻ പറയാതെ നാളങ്ങനെ ഇല്ലാന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. പക്ഷെ ആളുടെ അടുത്ത് പറഞ്ഞ കഥയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇതുപോലെ DC പ്രസിദ്ധീകരിച്ച സമയത്ത് പുസ്തകം ഞാൻ പ്രസിദ്ധീകരിക്കാം, എങ്ങനെ വിറ്റഴിക്കും എന്ന് ചോദിച്ചാൽ ഇയാളുടെ പേരറിയണമെങ്കിൽ എന്തെങ്കിലും വിവാദം ഉണ്ടാവണം. അപ്പം അന്ന് ഇപ്പോഴും എനിക്കായിട്ട് അദ്ദേഹത്തിന് നല്ല അടുപ്പമെല്ലാം തോന്നുന്നു. പത്മനാഭൻ എവിടെ പ്രസംഗിക്കുമ്പോഴും MT ചെയ്ത പറയായിരുന്നു. എന്തെങ്കിലും അവസരം കിട്ടും അവിടെ പോയി സംസാരിക്കുമ്പോൾ. അപ്പോൾ അന്നത്തെ പ്രകാരം MT വലിയ ആളായതുകൊണ്ട് MT ചെയ്ത പറഞ്ഞാൽ T പത്മനാഭൻ്റെ പേര് വരും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് വന്നു എന്ന് DC കാറ്റഗറി കൂടി പറഞ്ഞൊരു കഥയാണോ സംഭവമാണെന്ന് അറിയില്ല. എന്താണെങ്കിലും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എനിക്ക് വളരെ കൃത്യമായിട്ട് തോന്നുന്നുണ്ട്, ഓരോ എഴുത്തുകാരനും എല്ലാവരും എഴുത്തുകാരായ ഒരു കാലത്ത് ഒരാൾ എഴുത്ത ആളാണ് എന്ന് തിരിച്ചറിയുമെങ്കിൽ പറഞ്ഞ പോലെ കരുപിടി പറഞ്ഞ പോലെ വേറിട്ട് കേട്ടുക എൻ്റെ ഒച്ച എന്ന് കേൾപ്പിക്കണമെങ്കിൽ ഈ പറയുന്ന ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അത് എത്ര കാലം നിലനിൽക്കുന്നൊന്നും അറിയില്ല, അത് കടന്നു പോവുകയും സാഹിത്യം എപ്പോഴും ഓരോ മനുഷ്യരുടെയും ഹൃദയത്തോട് സംവദിക്കുന്നതാണെങ്കിൽ അവരുടെ ജീവിതത്തെ പറയുന്ന ഒരു അല്പമെങ്കിലും മാറ്റിയെടുക്കാൻ കഴിയുന്ന എഴുത്താണെങ്കിൽ അതവിടെ നിലനിൽക്കും. മറ്റ് ചർച്ചകളും സംവാദങ്ങളും അവാർഡുകളും അംഗീകാരങ്ങളും കോലാഹലങ്ങളും എല്ലാം കടന്നു പോകും. നമുക്ക് ഓർക്കുന്ന പോലുമില്ല. അപ്പോൾ എത്രയോ അവാർഡുകൾ നമ്മൾക്കുണ്ട്. ആർക്കാണ് ഏത് അവാർഡാണ് കിട്ടിയെന്ന് ആ കിട്ടിയാൾ പോലും മറന്നു പോകുന്ന അത്രയും തരത്തിൽ നമ്മൾ മാറിപ്പോകുന്നുണ്ട്. നല്ല പുസ്തകങ്ങൾ പലതും ഈ ബഹളത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. നമ്മൾ വായിക്കാൻ കിട്ടാതെ നമ്മളറിയാതെ പോകുന്ന ധാരാളം കൃതികളുണ്ട്. പിന്നെ ഇത് നേരത്തെയാണ് ഞാൻ 2 വരിയിൽ കഥ എഴുതാൻ പറ്റുന്നുള്ള കാര്യം ഞാൻ തന്നെ അറിയുന്നത്. ഞാൻ വലിയൊരു വായനക്കാരിയായിട്ടൊന്നല്ല, എന്നാലും അത്യാവശ്യം കിട്ടുന്നൊക്കെ വായിക്കുന്ന കൂട്ടത്തിലാണ്. ഉണ്ണികൃഷ്ണൻ എത്രയോ കാലമായിട്ട് അറിയാം. ഉണ്ണികൃഷ്ണൻ കഥ എഴുതുന്ന ആളാണെന്ന് അറിയാം. ഉണ്ണികൃഷ്ണൻ്റെ മറ്റ് കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ 2 വരിയിലെയും മനുഷ്യൻ കഥ എഴുതി എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവിടെ ഇരുന്നിട്ട് പെട്ടെന്ന് കുറച്ച് എന്ത് രസമായിട്ട് പാറക്കടവിൻ്റെ കഥകളാണ് വായിച്ചിട്ടുള്ളത്. പാറക്കടവ് കുറച്ചുകൂടി 5-6 സെൻറ്റൻസിലാണ് കഥ പറയുന്നത്. 2 വരിയിൽ ഒരു കാര്യം പറയുന്നു. കഥ പറയുന്നു എന്നല്ല എനിക്ക് തോന്നിയത്, ഒരു കാര്യം പറയുന്നു. പക്ഷെ ആ കാര്യം നമുക്ക് ചിന്തിപ്പിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ എൻ്റെ അമ്മയ്ക്കൊക്കെ വായിക്കേണ്ട എൻ്റെ പ്രധാന പുസ്തകം നീതിസാരം എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഈ 2 വരികളിലുള്ള കവിതയാണ്. പക്ഷെ അത് വായിച്ചിട്ട് ഒരുപാട് കഥകൾ അവരുണ്ടാക്കുകയായിരുന്നു. നീതിസാരം വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇംഗ്ലീഷിൽ എനിക്ക് ആ പുസ്തകം കിട്ടിയിട്ടില്ല. അതായത് പബ്ലിഷ് ചെയ്തൊന്നും അറിയില്ല. അതിങ്ങനെ ഈ ചങ്ങമ്പുഴയുടെ രമണനും ഈ നീതിസാരം കരുണ ഇതൊക്കെയാണെന്ന് അറിയുന്നുണ്ടായിരുന്നു. ഈ നീതിസാരം ഒരുപാട് കുഞ്ഞു കുഞ്ഞു കവിതകളാണ്. പക്ഷെ എല്ലാ ദിവസവും രാത്രി ഞങ്ങൾക്ക് കഥ പറഞ്ഞു തരാൻ ഉള്ളൊരു കഥ അതെല്ലാം അമ്മായി ഉണ്ടാക്കിയെടുക്കുകയാണ്. അതുപോലെ എനിക്ക് തോന്നിയത് ഉണ്ണികൃഷ്ണൻ്റെ കഥ വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഒരാളെ പറഞ്ഞതല്ല, അങ്ങനെ നല്ല പുസ്തകങ്ങൾ വരുന്നതും വ്യത്യസ്തമായ പുസ്തകങ്ങൾ വരുന്നതും ഒരുപക്ഷെ ഈ പരസ്യത്തിൻ്റെ ഇടയിൽ ഈ പറയുന്ന കോലാഹലങ്ങൾക്കിടയിൽ മുങ്ങി പോകുന്നുണ്ടാവാം. ഇപ്പോൾ ലിറ്റററി ഫോറം പോലെയുള്ള ഒരു ഗ്രൂപ്പ് 10-600 പേരുള്ള ഒരു ഗ്രൂപ്പിന് അവർക്ക് അവരുടെ ഇടയിൽ നിന്ന് വരുന്ന നല്ല പുസ്തകങ്ങളെങ്കിലും എല്ലാവർക്കും വായിക്കാൻ കിട്ടുക. പുറത്തുനിന്നുള്ള നല്ല പുസ്തകങ്ങൾ ഇതുപോലെ കൊണ്ടുവരാനും ചർച്ച ചെയ്യാനും വായിക്കാനും ഇതൊരു വലിയ ശ്രമമാണ്. ഒരു സർക്കാർ തലത്തിൽ നടക്കുന്ന പരിപാടിയേക്കാൾ വലിയ രീതിയിലാണ് ഇതിനെക്കുറിച്ച് അന്വേഷണം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. കൃത്യമായിട്ട് മുടങ്ങാതെ എല്ലാ ശനിയാഴ്ചയും ഞങ്ങൾ ക്രിസ്ത്യാനികൾ ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന നിയമമുള്ളതുകൊണ്ട് നിങ്ങൾ പോകും. പക്ഷെ നിങ്ങളൊരു നിയമമില്ലാതെ എല്ലാ ശനിയാഴ്ചയും 4 വർഷം
2 വർഷത്തോളമായിട്ട് മുടങ്ങാതെ എല്ലാ ശനിയാഴ്ചയും. ഇതൊരു വലിയ ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ആത്മീയത. ആത്മീയത എന്ന വാക്ക് പറയുമ്പോൾ സൂക്ഷിക്കണം. കാരണം നമുക്ക് ഇന്നത് ഒരു അശ്ലീല പദം പോലെയാണ് നമ്മളെ കാണുന്നത്. കാരണം ആത്മീയതയെ നമ്മളെപ്പോഴും കൂട്ടിക്കെട്ടുന്നത് മതവുമായിട്ടാണ്. മതത്തിൻ്റെ ചില ആചാരങ്ങളെയാണ് നമ്മൾ ആത്മീയത എന്ന് വിളിക്കുന്നത്. ഇതാണ് ആത്മീയത. ഇത്രയും പേര് ശാന്തമായി സമാധാനമായി സൗഹൃദത്തോടെ ഒരിടത്ത് വന്നിരിക്കുന്നു. എല്ലാ ആഴ്ചയും അവർ വരുന്നു എന്ന് വെച്ചാൽ ഓരോ ദിവസം വരുമ്പോഴും അവർക്ക് കൂടുതൽ സന്തോഷവും സമാധാനവും സ്നേഹവും കിട്ടുന്നുണ്ട്. ഇങ്ങനെ കിട്ടുന്ന ഒരു ഇടമാണ് ദേവാലയം എന്ന് നമ്മൾ വിളിക്കുന്നത്, വിശുദ്ധ ഇടം എന്ന് നമ്മൾ വിളിക്കുന്നത്. അങ്ങനെയായിരുന്നു ഒരു കാലത്ത്. ഒരുപക്ഷെ നമ്മുടെ പള്ളികളോ അമ്പലങ്ങളൊക്കെ ആയിരുന്നിരിക്കാം. അതുകൊണ്ടാണ് അതിന് നമ്മൾ ദൈവത്തിൻ്റെ ആലയം എന്ന് വിളിച്ചത്. അപ്പോൾ മനുഷ്യർ ഒരുമിച്ചിരിക്കാൻ എവിടെയൊക്കെ ഇടമുണ്ടോ അവിടെയാണ് ദൈവം എന്ന് പറയുന്നത്. 2 പേർക്ക് ഒരുമിച്ചിരിക്കുമ്പോൾ ജീസസ് പറയുന്നത് അങ്ങനെയാണ്, നിങ്ങൾ 2 പേർ ഒരു മനസ്സോടെ ഒരു കാര്യം ചോദിക്കൂ, നിങ്ങൾക്കത് കിട്ടും എന്നാണ് പറയുന്നത്. പിന്നീടാണ് നമ്മളത് പ്രകൃതിയുടെ രഹസ്യമായിട്ടുള്ള ലോകം പ്രശ്നമായിട്ട് നമ്മൾ പറയുന്നത്. ഈ ഒരുമിച്ചിരിക്കാനുള്ള ഒരു മനസ്സ്, ഇതാണ് സാഹിത്യം. സഹിതഭാവം, ചേർന്നിരിക്കാൻ പറ്റുക. സാഹിത്യം എന്നാണല്ലോ നിങ്ങളൊരു കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഒന്നിച്ചിരിക്കാനുള്ളൊരിട, അവിടെ ഇരുന്നുകൊണ്ട് നല്ലതിനെ കുറിച്ച് പറയാനുള്ളൊരിട. ഒരു വലിയ തലമുറ കടന്നുപോയി. നമുക്കിപ്പോൾ വൻമരങ്ങളൊന്നുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥയുടെ പേര് മാത്രമല്ല വൻമരങ്ങൾ വീഴുമ്പോൾ എന്നുള്ളത്. നമ്മുടെ തലമുറയിൽ നിന്ന് ഇപ്പോൾ സഭാസിനൊക്കെ മലയാളം മധ്യപാഠയിൽ റിട്ടയർ ചെയ്താണെങ്കിലും ഞങ്ങൾക്ക് മുന്നേ കടന്നുപോയ മഹാരാജന്മാരായിട്ടുള്ള ആളുകളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ നാണക്കേടാണ് മുന്നിലുണ്ട്. എനിക്ക് തോന്നാറുണ്ട് ഹൈക്കോടതി മാഷ ശിക്ഷയാണെന്ന് ഞാൻ പറയാറില്ല. പറയാതിരിക്കുന്നതിൻ്റെ കാരണം അത് മാഷ് ചെയ്തതിൻ്റെ ഒരു അംശം പോലും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ആർജവത്തോടെ പറയാൻ പറ്റുന്നില്ലല്ലോ. നമ്മൾക്ക് ചെറിയ മനുഷ്യരായി പോയിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ വളർച്ചകൾ കുറഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ ഇനിയില്ല. പഴയ തലമുറയിലുള്ളവരെല്ലാവരും കടന്നു പോയി. ഇനിയിപ്പോൾ നമ്മളാണ് പഴയ തലമുറ എന്ന് പറയുന്നത്. ഞാൻ നമ്മളെ ഉദ്ദേശിക്കുന്ന 60 വയസ്സ് കഴിഞ്ഞവരെ കുറിച്ചാണ്. അപ്പം ആ ഒരു തലമുറയ്ക്ക് എന്ത് നല്ലത് ചെയ്യാൻ പറ്റും, എങ്ങനെ ജീവിതത്തെ കുറച്ച് സുന്ദരമാക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ സാഹിത്യത്തിൽ ഞാൻ കാണുന്നത്. സാഹിത്യം കൊണ്ട് വേറെ എന്തുകൊണ്ടുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞത്, എവിടെയെങ്കിലും നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് പ്രധാനം. ഇപ്പോൾ ഒരു 4 വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി വളരെ രസകരമായിട്ടാണ്. ചായ ഉണ്ടാക്കി കൊടുക്കുന്നു, കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുന്നു, സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പം ഒരു ഭയങ്കര രസമാണ്. അത് ആളുകൾ വരുന്നു, അവർക്കറിയില്ല ഒരു റോസി തമ്പി റൈറ്ററാണോ അതോ പ്രൊഫസറായിരുന്നോ, ഇതൊന്നും അവർക്കറിയില്ല. അവർക്കറിയുന്നത് ഇന്ന് പോലും ഒരു കുറച്ച് പ്രായമുള്ള ഒരു സ്ത്രീ വന്ന് ഞാൻ ചായ കുടിച്ചിട്ട് വന്നു, മോളെ ചിലവുണ്ട് അവിടെ, കുറച്ചൊക്കെ കിട്ടും, ഞങ്ങൾ എത്ര പേര് കൂടി നടത്തണം, ഞങ്ങൾ 3 ആളുണ്ട്. അപ്പോൾ 2 സഹായിക്കാൻ 2 പേരും ഞാനുണ്ട്. അതെ, നല്ലോണം ചിലവുണ്ടാവും കേട്ടോ, വിഷമിക്കണ്ട. അപ്പോൾ ആളില്ല, ചിലപ്പോൾ അവർ വന്ന നേരത്തെ ആരും ഇല്ല അവിടെ, വിഷമിക്കണ്ട. എന്തൊരു നല്ല മനസ്സാണ്. അപ്പോൾ അവർ ധരിക്കുന്ന ഒരാൾക്ക് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈഗോകൾ കട്ട് ചെയ്യാം. ഓ എന്നെ നിങ്ങൾ അങ്ങനെയാണോ കണ്ടത്, അതല്ല. പക്ഷെ അത് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. കാരണം അത് നിരന്തരം അനുഭവിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു സാഹിത്യത്തിൽ വലിയൊരു നോവൽ സമ്മാനം കിട്ടുന്നതിനേക്കാൾ സന്തോഷം എനിക്ക് അവിടെ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും കണ്ടെത്താൻ പറ്റുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ സ്വസ്ഥമായിട്ടിരിക്കുന്നത്. കൃഷിയിലും കച്ചവടത്തിലും ആത്മീയതയുണ്ട്. ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനത്തോടെ സ്നേഹത്തോടെ ഇരിക്കാൻ പറ്റുന്ന ഒരിടം എന്നാണ്. ഒരു തൊഴിലും അതിൽ നിന്ന് ഭിന്നമല്ല. ഗാന്ധിയൊക്കെ അത് പറഞ്ഞു വെച്ചെങ്കിലും അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നു. ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ റിട്ടയർമെൻറ്റിന് ശേഷം 60 വയസ്സിന് ശേഷം കിട്ടുന്ന ബോണസായി കിട്ടുന്ന ജീവിതത്തിലെങ്കിലും നമ്മൾക്ക് ഈ പറയുന്ന സമാധാനവും സന്തോഷവും തരാനുള്ള എഴുത്തും വായനയും എങ്ങനെ കുറച്ചുകൂടി സുന്ദരമാക്കാം നമ്മുടെ ലോകം, എങ്ങനെ കുറച്ച് എല്ലാം ചുറ്റും ഇരുട്ടുള്ളപ്പോഴാണ് നമുക്കൊരു മെഴുതിരി കത്തിക്കാൻ കൂടുതൽ സുഖം. എല്ലാവർക്കും വെളിച്ചെടുപ്പോൾ നമ്മുടെ മെഴുതിരി ആവശ്യമില്ല. ഇപ്പോൾ ചുറ്റുപാടും കൂടുതൽ ഇരുട്ടാണ്, കൂടിയിരുട്ടാണ്. അപ്പോൾ നമുക്കൊരു ചെറിയ മെഴുതിരി കത്തിക്കാൻ പറ്റിയാൽ നമ്മളുടെ എഴുത്തുകൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, ഒരു പുഞ്ചിരി കൊണ്ട് കഴിഞ്ഞാൽ
അത് തന്നെയാണ് സാഹിത്യം എന്ന് പറയാനാണ് എനിക്കിപ്പോൾ താല്പര്യം. പിന്നെ ഞാൻ വലിയ വിക്കാരിയാണെന്നൊക്കെയാണ് പറഞ്ഞത് അധ്യക്ഷ പ്രസംഗത്തിൽ. വിക്കാരം എന്നല്ല എന്ന് പറയുന്നത്, ഒരുപക്ഷെ കൃഷിക്കാരാണ് ഞങ്ങളുടെ അടിസ്ഥാനം. അപ്പോൾ അതിൻ്റെ ഒരു ധൈര്യമുണ്ട്. കാരണം തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയണം എന്നൊരു ചെറുപ്പം തൊട്ടേ കേട്ട് പഠിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ വിശ്വസിച്ചതും കൂടുതൽ ഇടപെട്ടതും കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ ബൈബിളും യേശുവും കത്തോലിക്ക മതവുമാണ് എന്നെ ചെറുപ്പം തൊട്ടേ സ്വാധീനിച്ചത്. അതിലൂടെയാണ് ഞാൻ ലോകത്തെ കണ്ടത്. യേശുവിൻ്റെ വാക്കുകളിലൂടെയാണ് ലോകത്തെ അറിയുന്നത്. അപ്പം അത് തെറ്റായിട്ടാണ് നമ്മുടെ കാലത്തുള്ള ആളുകൾ പ്രയോഗിക്കുന്നത്, പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ നമുക്കതിനോട് കലഹിക്കാതിരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ കലഹിച്ചിട്ട് ആരും കേൾക്കാനല്ലെങ്കിലും നമ്മളത് പറയുമെങ്കിലും വേണം. രാജാവ് നർത്തനാണെന്ന് പറയുന്ന പോലെ തെറ്റാണ്, ഇതല്ല യേശു ആഗ്രഹിച്ചത്, ഇങ്ങനെയല്ല ബൈബിളിൽ ഒരു സഭ ഉണ്ടാകേണ്ടത്, അവിടെ സ്ത്രീകളെ കുറച്ചുകൂടെ ഉൾക്കൊള്ളേണ്ടതുണ്ട്, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്കോ ദരിദ്രർക്കോ പീഡിതർക്കൊക്കെ ഇടമുണ്ടാകേണ്ടതുണ്ട്, അത് അരമനകളിലല്ല എന്ന് പറയുന്നത് ധിക്കാരം കൊണ്ടല്ല, നമ്മളുടെ നമ്മൾ പഠിച്ചതിനോട് വിശ്വസിച്ചതിനോടുള്ള സ്നേഹം കൊണ്ടാണ്. അപ്പോൾ അതിനാണ് സ്ത്രൈണാത്മീയത എന്ന് പറയുന്ന ഒരു ആശയത്തിന് ഒരു 19 വർഷം മുൻപ് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നത്. എവിടെയൊക്കെയാണ് സ്ത്രീ ആദ്യം തന്നെ അത് ആലോചിക്കുമ്പോൾ സ്ത്രീയുടെ ആത്മീയത എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിനെ ആലോചിച്ചത്. അപ്പോൾ ഒരുപാട് പേര് തർക്കിച്ചിരുന്നു, അപ്പോൾ ആത്മീയത സ്ത്രീക്കും പുരുഷനും വേറെയുണ്ടോ? തീർച്ചയായിട്ടും വേറെയുണ്ട്. ആത്മീയത മാത്രമല്ല, എല്ലാം വ്യത്യസ്തമാണ്. അത് സ്ത്രീക്കും പുരുഷനും മാത്രമല്ല, ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമാണ്. ഓരോ ഇലയും വ്യത്യസ്തമാണ്, ഓരോ കല്ലും ഓരോ മൺതരിയും എല്ലാം യൂണീക്കാണ്. അപ്പോൾ യൂണീക്കായിരിക്കുന്നതിൻ്റെ പ്രത്യേകതകൾ ആലോചിക്കലായിരുന്നു. സ്ത്രീയായി ജനിച്ചതുകൊണ്ട് തന്നെ സ്ത്രീയുടെ കഴിവുകളെ കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. അതെന്താണ് അവരുടെ കഴിവ് എന്നുള്ളത് അന്വേഷിക്കുകയായിരുന്നു ഞാൻ ചെയ്തത്. കാരണം ഞാൻ ജനിച്ചത് സ്ത്രീ ആയിട്ടാണ്. അപ്പം എൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ്? ഈ പറയുന്ന ഇപ്പോൾ പെണ്ണിനെ പോലെ കരയരുത് എന്ന് പറയുമ്പോൾ എനിക്ക് നന്നായിട്ട് കരയാൻ അറിയാം, ചിരിക്കാനും അറിയാം. അപ്പം കരച്ചിൽ എനിക്ക് എന്താണ് തരുന്നത് എന്ന് ചോദിക്കും. എന്തിനാണ് ഞാൻ കരയുന്നത്? എങ്ങനെ വെച്ചാൽ നമ്മൾ 2ാം ക്ലാസ്സിൽ പഠിച്ച പോലെ പാല് കുടിച്ചില്ലെങ്കിൽ അമ്മ കരയെന്ന് പറയുന്ന അർത്ഥത്തിലല്ല. കരയുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് വേദനിക്കുന്നു. എപ്പോഴാണ് എനിക്ക് വേദനിക്കുന്നത്? എനിക്കൊരു മുറിവുണ്ടാകുമ്പോൾ മാത്രമല്ല, മറ്റുള്ളവർ വേദനിക്കുന്നത് കാണുമ്പോൾ ഞാൻ വേദനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ വേദന കൂടി എൻ്റെ വേദനയായിട്ട് മാറുമ്പോൾ ഞാൻ കരയുന്നെങ്കിൽ ആ കരച്ചിൽ ഒരു നല്ല ഗുണമല്ലേ? അത് ആത്മീയമായൊരു ഗുണമല്ലേ? ഞാൻ വീണ്ടും പെട്ടെന്ന് ഓർമ്മയുണ്ട്, അഴീക്കോട് മാഷ് അമല ഹോസ്പിറ്റലിൽ വളരെ സീരിയസ് ആയിട്ട് കിടക്കുന്ന ഒരു സമയത്താണ് എല്ലാവരും മാഷെ കാണാൻ വരുന്നു. അങ്ങനെ മോഹൻലാലിനൊക്കെ കാണാൻ വന്ന് പിണക്കൊക്കെ തീർന്നിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ സംസാരിച്ചിരിക്കുന്ന സമയത്ത് മാഷ് പറഞ്ഞു, ഒരു ആളുകളൊക്കെ എന്നെ ഇങ്ങനെ വല്ലാതെ സ്നേഹിക്കുന്നു, എല്ലാവരും എന്നെ കാണാൻ വരുന്നു, എനിക്ക് അവരൊക്കെ എന്നെ കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറയാണ്, ഞാൻ കരഞ്ഞു പോവുകയാണ്. അപ്പോൾ നമ്മൾ മാഷെ നല്ലതല്ലേ? അല്ല, ഞാൻ ബലഹീനനാണെന്ന് അവർ വിചാരിച്ചാലോ? നമ്മൾ മാഷെ ബലഹീനതയല്ലോ, കണ്ണീരൊരു ഏറ്റവും ബലമുള്ളതല്ലേ? കരയണത് മോശമല്ലേ മറ്റുള്ളവരുടെ മുന്നിൽ? കാരണം അതാണ് നമ്മുടെ ഒരു ധാരണ. അതായത് മറ്റുള്ളവരുടെ മുന്നിൽ കരയരുത്, പെണ്ണിനെ പോലെ കരയരുത്. അപ്പം ആണിന് കരയാൻ വയ്യ. ഞാൻ പറയും, കണ്ണീരാണ് ഏറ്റവും വലിയ ആത്മീയ പ്രവൃത്തി. ഇങ്ങനെ ഓരോന്നിനോട് ഞാനെടുത്ത ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു സ്ത്രൈണാത്മീയത. പിന്നെ സ്ത്രീയെക്കുറിച്ച് നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്, എപ്പോഴും ഇപ്പോൾ അല്ല എല്ലാം മുള്ളിൽ വീണാലും മുള്ളലയിൽ വീണാലും കേരളമൊക്കെയാണ്. അപ്പം എന്താണ് സ്ത്രീയെ ഇത്രമാത്രം ഭയപ്പെടുന്നത്, അല്ലെങ്കിൽ ഭയപ്പെട്ടുകൊണ്ടിരുന്നത്? അപ്പോൾ അവളുടെ ഗർഭപാത്രമാണ്. കാരണം അവൾക്ക് കുഞ്ഞിനെ ഗർഭം ധരിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് അവൾ പലപ്പോഴും മാറ്റി നിർത്തപ്പെടുന്നത്. അല്ലെങ്കിൽ അവളെ പീഡിപ്പിക്കുക എന്നുള്ള വാക്ക് പോലും സ്ത്രീക്കെതിരെ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നു. ശരീരം പിന്നെ ആക്രമിക്കുന്നു എന്നുള്ള പറയും. ഒരു ക്രിമിനൽ കേസല്ല, പോലീസ് അല്ല പോലെ സ്ത്രീക്കെതിരെ ഒരു വന്നാൽ അത് പീഡന കേസാണ്, അതൊരു ക്രിമിനൽ കേസല്ല. എന്തുകൊണ്ടാണ് ക്രിമിനൽ കേസ് എടുക്കാത്തതെന്ന് നമുക്ക് ഇപ്പോഴും ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറേ അതിന് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ക്രിമിനൽ കേസായിട്ട് കണ്ട് അതിനെ മാറ്റിക്കഴിഞ്ഞാൽ
ഇതിനേക്കാൾ ഇത്രയും നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഇതൊരു ക്വാളിറ്റി ആയിട്ട് പറയണം. അവരുടെ ഗർഭപാത്രം എന്ന് പറയുന്നത് ഒരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള ഏറ്റവും കഴിവുള്ള ഒന്നാണ്. അല്ലെങ്കിൽ എൻ്റെ ഒരു കവിതാ സമാഹാരത്തിൻ്റെ പേര് പാൽഞരമ്പ്, സ്ത്രീക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ഒന്നാണ്. അത് പുരുഷൻ എന്ത് ആലോചിച്ചാലും അവൻ്റെ ശരീരത്തിലെ ഒരു ഞരമ്പ് പാൽഞരമ്പായിട്ട് ഒരിക്കലും മാറില്ല. ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂറിനുള്ളിൽ ഡോക്ടർമാരോട് ഇരിക്കുന്നുണ്ടല്ലോ അറിയാം, 3 മണിക്കൂറിനുള്ളിൽ ഏതോ ഒരു ഞരമ്പിനകത്ത് കൂടെ ഓടിക്കൊണ്ടിരുന്ന രക്തം പെട്ടെന്ന് പാലായിട്ട് മാറുന്നു. ഈ ഒരു രാസപ്രവർത്തനം സംഭവിക്കുന്നത് സ്ത്രീയിൽ മാത്രമാണ്. നമ്മൾ കണിക്കൊന്ന പൂത്തതൊക്കെ നോക്കി നിൽക്കാൻ ഉണങ്ങി നന്നൊരു മരം പിറ്റേ ദിവസം ആകെ പുഷ്പിച്ചു വരുന്നു. അല്ലെങ്കിൽ നമ്മൾ നെരുവിലെ കവിതകളൊക്കെ വായിക്കുമ്പോൾ പറയും ഇങ്ങനെ ചെറിമരത്തോട് വസന്തം ചെയ്തതാണ് എന്ന്. ഇത് ചെയ്ത് എന്താണെന്നുള്ളത് സ്ത്രീ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതനുഭവിക്കാൻ കഴിയാത്ത തരത്തിൽ ഇതൊരു പീഡനമാണ് എന്ന് നമ്മൾ അവളുടെ ബോധതലത്തിൽ അബോധതലത്തിൽ പറഞ്ഞ് ഒരു കുഞ്ഞിനെ വളർത്തുന്നത് വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ എത്തിക്കുമ്പോൾ അതിനെ ആനന്ദിക്കാൻ പറ്റില്ല. ഞാനിത് പറയാൻ കാരണം ഗർഭകാലത്തിൻ്റെ ഉത്തമഗീതങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ചെറിയ ലേഖനം എഴുതി. എൻ്റെ 30കളിലാണ് ആദ്യത്തെ കുഞ്ഞൻ ജനിച്ച സമയത്ത്. എൻ്റെ വളരെ അടുത്ത 2 സുഹൃത്തുക്കളായിരുന്ന ഒരു കവിയത്രി അതിനെ വിമർശിച്ചുകൊണ്ടൊരു കവിത എഴുതി. കാരണം അവർക്കിതൊക്കെ ഇതിനെ ആഘോഷിക്കാൻ പറ്റുന്നത് അവരിന്ന് വളരെ സമ്പന്നയായതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടാണ്. ഞാനിങ്ങനെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കുഞ്ഞിനെ കൊണ്ടുവരുന്ന മാറാപ്പ് കെട്ട് പോലെയാണ് ഞാനത് കൊടുന്ന് കട്ടിലിടുമ്പോൾ കിട്ടുന്ന എനിക്കൊരു ആശ്വാസമുണ്ട്. ഇതെങ്ങനെ ആഘോഷിക്കും. വേറെ ഒരു കഥ എഴുതി. കഴിഞ്ഞതൊക്കെ ഭയങ്കര പീഡനകാലമായിരുന്നു ഗർഭകാലം. ഇതെല്ലാം ശരിയാണ്. പക്ഷെ നമ്മളതിന് എന്ത് ആറ്റിറ്റ്യൂഡിൽ എടുക്കുന്നു എന്നുള്ളതാണ്. ഈ പറയുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം സന്തോഷത്തോടെയാണ്. കാരണം ഒരു ജീവനെ മുന്നിൽ കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം, ഒരു കുഞ്ഞു മുലപ്പാൽ കുടിക്കുമ്പോൾ അമ്മയ്ക്ക് കിട്ടുന്ന ആനന്ദം, ഇതൊക്കെ അനുഭവിക്കുന്നതിനെ പോസിറ്റീവായിട്ട് കാണാം. നേരത്തെ പറഞ്ഞത്രേ ഉള്ളൂ, എന്തിനേയും നമുക്ക് ഗുണപരമായി കാണാം, എന്തിനേയും നമുക്ക് വളരെ മോശമായിട്ടും കാണാം. എഴുത്ത് എന്ന് പറയുന്നതും ഈ കുടിയിരിപ്പ് എന്ന് പറയുന്നതൊക്കെ അല്പം മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്പം കൂടെ സന്തോഷം ഉണ്ടാക്കാൻ, എൻ്റെ പരിമിതികളെ കുറിച്ചല്ല എൻ്റെ സാധ്യതകളെക്കുറിച്ച് ആലോചിക്കാൻ, എൻ്റെ സാധ്യതകളിൽ നിന്നുകൊണ്ട് എനിക്ക് എങ്ങനെ മറ്റൊരാളെ അല്പമെങ്കിലും ഒന്ന് സന്തോഷിപ്പിക്കാൻ പറ്റും. ഇതിനൊക്കെ സഹായിക്കുന്ന എഴുത്തിനെയാണ് ഞാൻ എഴുത്തെന്ന് വിളിക്കുന്നത്. എൻ്റെ എഴുത്ത് അങ്ങനെയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുകയല്ല, അങ്ങനെയാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. എൻ്റെ മക്കൾക്കോ ഈ മക്കളുടെ മക്കൾക്കോ വായിക്കാൻ പറ്റാത്തതൊന്നും ഞാൻ എഴുതിയിട്ടില്ല. നേരത്തെ പറഞ്ഞ ചോദ്യം ചെയ്യാൻ വളരെ സൗമ്യം. അപ്പോൾ അർബോനി എന്ന് പറയുന്ന നോവൽ പലരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ടീച്ചർ ഈ നോവൽ നിരോധിക്കാത്തതെന്ന്. ഞാൻ പറഞ്ഞത് അധികം പേര് വായിച്ചിട്ടില്ല, അതുകൊണ്ട് പല പതിപ്പൊക്കെ വന്നു. പക്ഷെ വായിച്ചിട്ടില്ല എന്ന് പറയാൻ കാരണം വളരെ സൗമ്യമായി പറയുന്നതുകൊണ്ട് അവർക്കൊന്നും, അല്ലെങ്കിൽ അതിന് മറുപടി പറയാനില്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മളത് പള്ളിക്കാരെ ചീത്ത വിളിച്ചിട്ടാണ് എഴുതിയെന്നില്ല. അതായത് ഒരച്ഛനെൻ്റെ വീട്ടിൽ കുടികുട്ടി കാണിച്ചു എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തു എന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ യേശു ക്രിസ്തു മന്ദനവറയത്തിൻ്റെ കൂടെ ഒരു ദിവസം ശയിച്ചു എന്നോ ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു വലിയ അതിനുള്ളിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ പുസ്തകം എനിക്ക് ചൂടപ്പം പോലെ വിറ്റഴിയുന്നുണ്ട്. യാതൊരു സംശയമില്ല. ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന് വേണ്ടി കുറേ പേര് സമീപിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞൊരൊറ്റ ഡിമാൻഡായിരുന്നു, ഒരു പാരഗ്രാഫ് കൂടി ടീച്ചറായിട്ട് കൂട്ടിച്ചേർക്കും. എന്താ അത് ഒറ്റ പാരഗ്രാഫ് മര്യാദ. അത് ഒരു അതിനകത്തെ കഥാപാത്രം യേശുവും മഗ്ദലമറിയവും യൂദാസുമാണ്. അപ്പം അതിനകത്ത് എവിടെയെങ്കിലും ഒന്നുകിൽ യൂദാസുമായിട്ട് അല്ലെങ്കിൽ യേശുവുമായിട്ട് മഗ്ദലമറിയത്തിൻ്റെ ഒരു സ്വകാര്യ രംഗം അവതരിപ്പിക്കാമോ? നമ്മളത് ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ പോലെ കുറച്ചുകൂടി തുറന്നു. അപ്പം ഈ ഒരു ഇത് ഞാനതിനെ ശീലനാണ് വിളിക്കുക. കാരണം അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ ഒരു 2 വാചകം മതി, അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പരസ്യത്തിൽ എഴുതിയാലും മതി, എൻ്റെ ബ്ലർബിൽ എഴുതിയാലും മതി, പുസ്തകത്തോടൊപ്പം പോലെ എഴുതിയാലും. അതാണ് നേരത്തെ പറഞ്ഞത്. ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് നെഗറ്റീവായിട്ട് നമുക്ക് കിട്ടാനുള്ളത്, മറ്റുള്ളവരുടെ ഒഴിഞ്ഞു നോക്കാനുള്ള ഒരു സുഖം. ആ സുഖത്തിനെ അതത്ര എല്ലാ കാലവും നിലനിൽക്കുന്നതല്ല, എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കുന്ന കൃതികളാണ് നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുന്നത്. മനുഷ്യ ജീവിതത്തെ അല്പമെങ്കിലും മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെയുള്ളത്
നമുക്കൊക്കെ എഴുതാനും വായിക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സമകാലികം എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.